ചേച്ചി സോറി ചേച്ചി, ഞങ്ങൾ എടുത്തിട്ടില്ല ചേച്ചി. അയ്യോ, അത്രയൊന്നും എടുത്തിട്ടില്ലെന്ന് പറയണേ അങ്ങോട്ട്. ചേച്ചി 1.5 ലക്ഷം രൂപ ആയിട്ട് ഞങ്ങൾ 3 പേരോട് പങ്കിട്ടാ ചേച്ചി എടുക്കാം. എത്ര കിട്ടിയാലും ഞങ്ങൾ 3 പേരെ എടുക്കത്തുള്ളൂ ചേച്ചി. സോറി ചേച്ചി. അയ്യോ എടി, ഞാൻ നോക്കി ചെയ്യാൻ പോകാൻ പറയണേ അങ്ങോട്ട്. ചേച്ചി സോറി ചേച്ചി, സോറി. ഇവിടെ വീട് പണി നടക്കുന്നോണ്ടാ ചേച്ചി പൈസ എടുത്തിട്ടില്ല. ഞാൻ സാധനം വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ ചേച്ചി. ചേച്ചി കൊച്ചിന്റെ നൂലോട്ട് നടക്കുന്നേ ഉള്ളു ചേച്ചി. അറിഞ്ഞാണോ എന്തെങ്കിലും മേടിക്കണ്ടേ? പിന്നെ പാവങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ചേച്ചി. ചേച്ചി മനസ്സിലാക്കി ചേച്ചി, പ്ലീസ് ചേച്ചി. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് ചേച്ചി, സമ്മതിച്ചു ചേച്ചി. ഞങ്ങളുടെ ജാതിയാണോ ചേച്ചി ചേച്ചിയുടെ പ്രശ്നം? നമ്മള് താഴ്ന്നവരല്ലേ? ഞങ്ങള് താഴ്ന്ന ജാതിക്കാരായോണ്ടാണോ ചേച്ചി ചേച്ചിയുടെ പ്രശ്നം വരുന്നത്? പറ ചേച്ചി. നോക്കിയോ, പാർട്ടിക്കാരോടൊക്കെ നമുക്ക് പറയാം, നമുക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല ചേച്ചി, ഞങ്ങൾ ആരും കാണിക്കത്തില്ല. ഇല്ല ചേച്ചി പേടിക്കണ്ട. പാർട്ടിക്കാരൻ നായത്തിന്റെ കൂടെ നിൽക്കുവോ? പിന്നെ നീ പേടിക്കണ്ട, പാർട്ടിക്കാര് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. സത്യമൊക്കെ അറിയോടി? ചേച്ചി ആകെ ഒരു 2000 കിട്ടിയ ഇവക്ക് 500, എനിക്ക് 500, ബാക്കി അവക്കും 500. നീ കഴിഞ്ഞ മാസം എനിക്ക് 300 തന്നല്ലോ. യൂട്യൂബില് അങ്ങനെയൊന്നും ചെയ്യരുത് ചേച്ചി. യോ, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വയ്യടി. പറയടി, അതെന്തോ നമ്മളല്ലെന്ന് പറയടി. ചേച്ചി ഞങ്ങളല്ല ചേച്ചി. ചേച്ചി QR കോഡ്, അത് നമ്മുടെ QR കോഡ് വർക്ക് ചെയ്യാത്തോണ്ടല്ലേ ചേച്ചി. ഇപ്പൊ കൂടി വന്ന ഒരു 69 എഴുതിട്ട് എടുത്തിട്ടില്ല ചേച്ചി. ഒരു വിഷയമൊക്കെ ഞങ്ങൾ എടുക്കുക ചേച്ചി. ഒരു 55 ഞങ്ങള് സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും കുറച്ച് പൈസ തിരിച്ചുകൊണ്ട് തരാൻ ചേച്ചി. തരാം ചേച്ചി. ഞങ്ങളും വിളിക്കും പത്രക്കാരെ. എന്നെ നമുക്ക് കാണാം, പത്രക്കാരുടെ കൂട്ടത്തെ കാണാം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെ, ഇവർ ഞങ്ങളോടുള്ള വൈരാഗ്യം, ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്തതിന് ഞങ്ങളോടുള്ള വൈരാഗ്യമാണ് അവരോട് തീർത്തോണ്ടിരിക്കുന്നത്. അതെ, ഈ സ്ത്രീക്കാണെങ്കിൽ നമ്മളെ പോലെ ഒരു മൂന്നാം കിട, ഞങ്ങളെ കാണുമ്പോൾ ഒരു മൂന്നാം കിട പെണ്ണുങ്ങൾ നിൽക്കുന്ന പോലെ അവരൊരു മുതലാളിത്ത ഭാവമാണ് അവർക്കുള്ളത്. ഞങ്ങള് തൊഴിലാളികളല്ലേ, ഞങ്ങളെ അങ്ങനെയൊക്കെ പറയാവോ? ഞങ്ങളുടെ ജാതിയാണോ ഇവർക്ക് പ്രശ്നം? പറയൂ, ഞങ്ങളുടെ ജാതിയാണോ ഇവർക്ക് പ്രശ്നം? നമ്മളതാ അങ്ങനെ താഴ്ന്ന ജാതിയാണ് അവരുടെ ഒരു സംസാരത്തിനൊക്കെ എനിക്കത് മനസ്സിലായി. കുഴപ്പമില്ല, പാർട്ടിക്കാരെ അതിൽ ഇടപെട്ടോളൂ. അവരുടെ ആദ്യത്തിലൂടെയല്ലേ നിൽക്കത്തു. അല്ല, പത്രങ്ങളെങ്കിലും കേൾക്കണം. ഞങ്ങൾ ഇതിൽ പൈസ എടുത്തു, അത് ശരിയാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. പാവങ്ങൾക്ക്, ചാരിറ്റിക്ക് 10-30 ലക്ഷം അങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീട് മാത്രമല്ല വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ചേട്ടൻ അവിടെ അയച്ചു തരുന്നു 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയൊക്കെ അയച്ചു തരും. അറിയാമോ? എന്റെ എന്റെ ബ്രദറ് പിന്നെ പൈസ അയച്ചു തരുന്നുണ്ട്. 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഒരു മാസം 4 ലക്ഷം. പിന്നെ ഞാനിവിടെ ഒന്ന് പാക്ക് ചെയ്യാൻ, പിന്നെ വീട്ടിൽ കണ്ടുപിടിക്കാൻ സോറി. അല്ല, അതല്ല, അത് അങ്ങനെ തന്നെ പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഈ കമന്റ് കൊണ്ടോ ഇതിന്റെ താഴെ കമന്റ്, നല്ല കമന്റ് വരും. 69 ലക്ഷം രൂപയൊക്കെ നമ്മൾ എടുക്കും. അതൊക്കെ ഇവർ പറയാൻ തോന്നുന്നു. ഇവർക്ക് 69 ലക്ഷം രൂപയൊക്കെ നമ്മൾ എടുക്കുമോ? ഞാൻ നാളെ ആത്മഹത്യ ചെയ്യാനിരുന്നോ? ഞാൻ നാളെ അറിയോ? അങ്ങനെയല്ല, നമ്മളൊരു സ്വന്തം കോമഡി പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്ന് അവര് നമ്മടുത്തേക്കണ. ഞങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. ഒരു ചകലം ചോറ് താഴെ പോയി കഴിഞ്ഞാൽ അവർ കവാല കുറ്റി നോക്കി അടിക്കും. അതായിരുന്നു അവർ ചെയ്തോണ്ടിരുന്നത്. പോലീസ് നിയമം കോടതി വെച്ച് കാണാം. ഇനി കോടതിയിൽ കാണാം.